ഇന്ന് നമുക്ക് നോയൽ ടസറിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നോയൽ ടസറിൽ ഒരു 3 ടൈപ്പ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. 3 ടൈപ്പ് സാരീസ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. 5850 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇന്ന് വന്നിരിക്കുന്ന ഈ 3 ഡിസൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ബ്രൗണും അല്പം ഒരു പർപ്പിളും കൂടെ ബ്ലെൻഡ് ചെയ്ത പോലുള്ള ഒരു ടോണാട്ടോ. അതിനകത്ത് ദേ ഇതേപോലെ എംബ്രോയിഡറി വർക്കാണ് ഓൾ ഓവർ ദ ബോഡിയിൽ. നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതേ കണ്ടോ, ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ഒരു എംബ്രോയിഡറി വർക്ക്, നല്ല ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന വർക്ക്. അതിനകത്ത് ആ ബ്രൗൺ ടോണിൽ തന്നെയാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ ദേ ഇതേപോലെയാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസും കൂടെ കാണിക്കാം. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് സെയിം ടോണിൽ വന്നിട്ട് സ്ലീവ് എൻഡിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരും. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് വർക്ക് വരുന്നത്. എംബ്രോയിഡറി സാരീസിന് എപ്പോഴും ഞാൻ പറയുന്ന പോലെ പ്ലീറ്റ്സിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് വർക്ക് വരുന്നത്. 5850 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കണമെങ്കിലും എടുക്കാം, അല്ല ഒരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലോ ഒരു ഒഫീഷ്യൽ ഫങ്ഷന് പോകണമെങ്കിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസ്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു പീച്ച്, ഒരു പീച്ച് ടോണിൽ മുന്താണി മാത്രം വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ജൂട്ട് വീവ് പാറ്റേണിലേക്കാണ് മുന്താണി വന്നിരിക്കുന്നത്. ബോഡിയിൽ ഒരല്പം കൂടെ ഡാർക്കായിട്ടുള്ള എംബ്രോയിഡറിയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ടോൺ അല്ല എംബ്രോയിഡറി, അല്പം കൂടെ ഡാർക്കായിട്ടുള്ള എംബ്രോയിഡറി. 5850. അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഡീപ്പ് ഗോൾഡൻ ഷെയ്ഡിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന വർക്ക്. ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പിങ്കും മെറൂണും കൂടെ ഒക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്, കൂടുതലും പിങ്കിലേക്കാണ്. അങ്ങനെ ഒരു ഷെയ്ഡിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡ് വരുമ്പോൾ നമുക്ക് ആ ഒരു കോൺട്രാസ്റ്റിലാണ് വർക്ക് വരുന്നത്. 5850 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അടുത്തത് നോക്കിയേ, ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആൻഡ് ഒരു യെല്ലോ കോമ്പിനേഷൻ. ഇതിൻ്റെ യെല്ലോ ആണെങ്കിൽ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. ഇതിൻ്റെ മുന്താണി വരുമ്പോഴും മുന്താണിയുടെ അതേ പാറ്റേണും ഇങ്ങനെയാണ്. അടുത്തത് വരുന്ന അതിനകത്ത് ഇതൊരു സഫിയർ ഗ്രീൻ ഒരു ടോണിലേക്ക് ഇതേപോലെ എംബ്രോയിഡറി വർക്ക്. ഒരു പീക്കോക്ക് ഗ്രീൻ എന്നൊക്കെ പറയാം, ഏകദേശം അതുപോലെയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ഡാർക്ക് സഫിയർ ഗ്രീൻ, പീക്കോക്ക് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ്. അടുത്തത് വരുന്നത് ഗോൾഡൻ യെല്ലോയിൽ ഇതേപോലെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരുന്ന എംബ്രോയിഡറി വർക്ക്. അടുത്തത് വരുന്നത് നമുക്ക് ബ്ലൂ ഷെയ്ഡിൽ ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് ഡിഫറെൻ്റ് ആണ്. ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെയാണ് ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് ഓൾ ഓവർ ദ ബോഡി വന്നിരിക്കുന്നത്. ഇതേപോലെ മുന്താണി വരുമ്പം ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. പിന്നെ നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് പ്ലീറ്റ് എടുക്കുന്ന പോർഷനിൽ വർക്ക് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ വർക്കുണ്ട്. ഇവിടെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. 5850 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു നല്ലൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്, ഒരു റാണി പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെയുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ഒരു പിങ്ക്. ടസറിൽ വരുമ്പോൾ ഇതൊക്കെ നല്ല രസമാട്ടോ ഈ കളറുകളൊക്കെ. അടുത്ത് വരുന്നത് ബ്ലാക്ക് നല്ല ജെറ്റ് ബ്ലാക്ക് ടോണിലാണ് വന്നിരിക്കുന്നത്.
അടുത്ത് വരുന്നത് റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് റെഡ് അല്ല, ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന നല്ലൊരു റെഡ്. അടുത്തത് വരുന്നത് ഒരു ചെറുപയർ പച്ചയുടെ ഒരു ടോൺ. അതിനകത്ത് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയാണ് കേട്ടോ. അത് ബോഡിയിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരും. മുന്താണി ഇങ്ങനെ വരും. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇങ്ങനെ ഹാഫ് പോർഷനിലാണ് ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് വർക്ക് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ വരുന്ന വർക്ക്. നല്ലൊരു ചെറുപയർ പച്ചയുടെ ഗ്രീൻ. അടുത്തത് വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ്. അടുത്തത് വരുന്നത് നമുക്ക് അതിനകത്ത് സെൽഫ് ടോണിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ്, നല്ലൊരു വൈൻ പേർപ്പിൾ ഷെയ്ഡ് സെൽഫ് ടോണിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് ഇങ്ങനെ വരും. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ നമുക്ക് ഈ ഒരു വർക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഒരു വർക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പർപ്പിൾ ടോൺ. അടുത്തത് വരുന്നതും ഒരു ഗ്രീനിഷ് ടോൺ, ഒരു ആ സെയിം പാറ്റേൺ ഗ്രീനിഷ് ടോൺ. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റ് വർക്ക് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലെ വർക്ക് വരിക. ചെറുപയർ വെച്ചയുടെയൊക്കെ അല്പം ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ നോയൽ ടസറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.